അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം. സൂറത്തുൽ ഖിയാമ 28-ാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലന്ന, അവന് മനസ്സിലാവുകയും ചെയ്താൽ, അന്നഹു, തീർച്ചയായും ഇത്, അൽ ഫിറാഖ്, വേർപാടാണെന്ന്. കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ്. ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തുന്നു, ഇനി ചികിത്സിക്കാൻ ആരുണ്ട് എന്ന് ചോദ്യമുയരുന്നു, ആരുമില്ലെന്ന് ബോധ്യപ്പെടുന്നു, ഉറപ്പാകുന്നു, വേർപിരിയുകയാണ്, ഫിറാഖാണ്, ഈ ദുനിയാവിനോട് ബന്ധം വിച്ഛേദിക്കുകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ അതിൻ്റെ 18-ാമത്തെ അധ്യായമായ സൂറത്തുൽ കഹ്ഫിലെ എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യുന്ന ആ അധ്യായത്തിലെ 78-ാമത്തെ സൂക്തത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഖാല ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക്. അദ്ദേഹം പറഞ്ഞു, ഇത് ഞാനും താങ്കളും തമ്മിൽ വേർപിരിയാനുള്ള അവസരമാണ് എന്ന്. അവിടെയും ഇവിടെയും 2 തവണയാണ് ഖുർആൻ ഫിറാഖ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ദുനിയാവിൽ നിന്നും വേർപെടുന്ന ദിവസം, പരലോകത്തേക്കുള്ള യാത്ര ആരംഭിക്കുന്ന ദിവസം, ഭൂമിയിൽ മുഴുവൻ മനുഷ്യരും അഭിമുഖീകരിക്കേണ്ട ദിവസമാണ് ഫിറാഖിൻ്റെ ദിവസം എന്നത്. ആ ദിവസം എപ്പോൾ എവിടെ വെച്ച് ആർക്കും അറിയില്ല. ഒരു കാര്യം ഉറപ്പാണ്: നിശ്ചയിക്കപ്പെട്ട നിശ്ചലതയാണ് മരണം. ക്ഷണിക്കാതെ അറിയിക്കാതെ വന്ന് കണ്ട് കീഴടക്കി കൂടെ കൊണ്ടുപോകും. അത്തരമൊരു ദിനത്തെ ആരും അഭിമുഖീകരിച്ചേ പറ്റൂ. ജനിച്ചവരെല്ലാം മരിച്ചേ തീരൂ. പക്ഷേ മരണശേഷം ജീവിതം അവസാനിക്കുന്നില്ല എന്നിടത്താണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തിട്ടുള്ളത്. ഈ മരണം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അവസാന വാക്കല്ലെന്നും മറ്റൊരു ജീവിതത്തിൻ്റെ തുടക്കമാണ് എന്നുമുള്ള ബോധ്യമാണ് ലോകത്തിന് മുഴുവൻ പകർന്നു നൽകാൻ പ്രവാചകന്മാർ ശ്രമിച്ചത്. അത് മരണനേരത്ത് നല്ല ബോധ്യപ്പെടും. ആ സമയത്ത് തനിക്ക് തൻ്റെ തെറ്റുകളെക്കുറിച്ച്, തൻ്റെ ചെയ്തികളെക്കുറിച്ച് ബോധ്യമുണ്ടാകും. പക്ഷേ ഒരു തിരിച്ചുവരവ് ഉണ്ടാവുകയില്ല. മരണനേരത്ത് താൻ തിരുത്താൻ ഒരുക്കമാണ് എന്ന് സാക്ഷാൽ ഫറോവൻ വരെ പറഞ്ഞതായി വിശുദ്ധ ഖുർആൻ അതിൻ്റെ 10-ാം അധ്യായം സൂറത്തു യൂനുസിലെ 90-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്: ഹത്ത ഇദാ അദ്റകഹുൽ ഗറഖു. അങ്ങനെ മുങ്ങിച്ചാകുമെന്ന് ഉറപ്പായ സന്ദർഭത്തിൽ ഖാല, ഫറോവൻ പറഞ്ഞു, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദി ആമനത് ബിഹി ബനു ഇസ്രായേൽ. ഇസ്രായേൽ മക്കൾ ഏതൊരു ഇലാഹിലാണ് വിശ്വസിച്ചത്, ആ ഇലാഹല്ലാതെ മറ്റൊരു ഇലാഹി ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന്. പക്ഷേ അത്തരം സന്ദർഭങ്ങളിലെ വിശ്വാസം കൊണ്ട് ഒരു കാര്യവുമില്ല. കർമ്മഫലങ്ങൾ അനുഭവിക്കാനുള്ള ലോകത്തേക്ക് യാത്ര തിരിക്കുക മാത്രമേ വഴിയുള്ളൂ. ഈ ഫിറാഖിന് മുമ്പ് ഹ്രസ്വമായതോ ദീർഘിച്ചതോ ആയ ഒരു ജീവിതം ലഭിക്കുന്നുണ്ടല്ലോ. ആ ജീവിതത്തിൽ ഫിറാഖിൻ്റെ ദിനം, വേർപാടിൻ്റെ ദിനം ഉറപ്പാടി എന്ന ബോധത്തോടു കൂടി ജീവിതത്തെ ചിട്ടപ്പെടുത്താനും കെട്ടിപ്പടുക്കാനും ക്രമീകരിക്കാനും തെറ്റുകളിൽ നിന്ന് നന്മയിലേക്ക് എത്താനും, തെറ്റുകൾ സംഭവിക്കുമ്പോൾ തിരുത്തി മുന്നോട്ട് പോകാനും സാധ്യമായാൽ ഫിറാഖിൻ്റെ നാളിൽ സന്തോഷത്തോടു കൂടി വേർപിരിയാനും വിട പറയാനും സാധ്യമാകും. കുടുംബക്കാർ എത്ര തന്നെ വേദനിച്ചാലും പോകുന്ന വ്യക്തിക്ക് മരണവേദന എന്നതിലപ്പുറം പിന്നീട് ശാശ്വതമായ സുഖവും സന്തോഷവുമാണ് ഉണ്ടാവുക. അത്തരം ആളുകളിൽ ഉൾപ്പെടാൻ നാം ശ്രമിക്കുക. ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഫിറാഖ് എന്ന് ആയത്ത് അവസാനിക്കുമ്പോൾ ഖ് എന്ന് വെളിപ്പെടുത്തി ഓതണം. ഖുതുബ് അക്ഷരങ്ങളിൽപ്പെട്ടതാണ് ഖാഫ്. അവക്ക് മുകളിൽ സുക്കൂൻ വന്നാൽ, അവസാനത്തിൽ വന്നാലും ഇടയിൽ വന്നാലും വെളിപ്പെടുത്തി ഓതണം. ലന്ന അന്നഹു, 2ഇടത്തും നൂന് ഇരട്ടിച്ചു വന്നു മണിക്കുക. വظن أنه الفراق. وظن أنه الفراق. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കും.